ഓണം ആഘോഷിക്കാൻ കേരളീയർ ഒരുങ്ങുമ്പോൾ മലയാളി ക്രിസ്ത്യാനികൾക്ക് വരുന്ന ചില സംശയങ്ങൾക്കുത്തരമായി ബൈബിൾ പണ്ഡിതനും സാമൂഹിക നിരീക്ഷകനുമായ ഫാദർ ജോഷി മയ്യാറ്റിൽ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. വൈദികൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെ: ഓണത്തെക്കുറിച്ച് എഴുതാൻ ആവശ്യപ്പെട്ട് ഒത്തിരി പേർ എനിക്ക് സന്ദേശം അയക്കുന്നു. കാരണങ്ങൾ കേൾക്കുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത്. ഒന്നാം പ്രമാണ ലംഘനമാണെന്ന് ചില ധ്യാനഗുരുക്കന്മാർ പറയുന്നത്രേ. ഓണാശംസ നടത്തിയാൽ പോലും പാപമാകുമത്രേ. അസുരന്റെ ഉത്സവമായതിനാൽ അത് പിശാചു സേവയാകുമത്രേ. എന്തെല്ലാം ജൽപ്പനങ്ങൾ! ഓണം ഒരു വിളവെടുപ്പ് ഉത്സവമാണെന്ന് ആ ധ്യാനഗുരുക്കന്മാരെയും അവരുടെ അന്ധഭക്തരെയും ബോധ്യപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്നതിനാൽ അവരെ അവരുടെ പാട്ടിന് വിട്ടേക്ക്. ലോകമെമ്പാടും വിളവെടുപ്പ് ഉത്സവങ്ങളുണ്ട്. യൂറോപ്പിൽ അത് ഓഗസ്റ്റ് 15 ഒക്ടോബർ ആദ്യ ഞായറാഴ്ചയോ ആണ്. ഫലമൂലാദികൾ കൊണ്ട് ആത്മീയ ചിത്രങ്ങൾ ഒരുക്കിയാണ് പലരും അത് ആഘോഷിക്കാറ്. ഭക്ഷണത്തെ പ്രതി ദൈവത്തിന് നന്ദി പറയാനുള്ള അവസരമായി ഓണത്തെ കാണാൻ കഴിയുന്നവർക്ക് അത് വലിയ ആത്മീയ ഉത്കർഷം ഉളവാക്കും. ഓണം പുണ്യങ്ങളുടെ ആഘോഷമാണ്. അസുരസുര മിത്തുകളിലൂടെയാണ് കേരളത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നതെങ്കിലും മൂല്യബോധത്തിലും പുണ്യധ്യാനത്തിലും ആഴപ്പെടാൻ മലയാളികൾക്ക് ഏറ്റവും സഹായകമായ ഒരു ഉത്സവമാണത്. പ്രത്യേകിച്ച് സത്യാനന്തരം എന്ന് വിളിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പുണ്യങ്ങളുടെ വാഴ്ത്തായി ഓണം ഉള്ളതു തന്നെ വലിയ ആശ്വാസമാണ്. പ്രേഷിതത്വത്തിനുള്ള സുവർണാവസരങ്ങൾ അജ്ഞതയുടെയോ ഭയത്തിന്റെയോ നിസ്സംഗതയുടെയോ പേരിൽ കളഞ്ഞു കുളിക്കുന്നത് എത്ര കഷ്ടമാണ്. പള്ളി കോമ്പൗണ്ട് പോലുള്ള പൊതുവിടങ്ങൾ ഓണം പോലുള്ള ആഘോഷങ്ങൾക്ക് ഉചിതമായ വേദികൾ തന്നെയാണ്. ക്രിസ്തുമസിനും ഈസ്റ്ററിനുമില്ലാത്ത ആഘോഷം ഓണത്തിന് എന്തിനാ എന്ന ചോദ്യം അടിസ്ഥാനമില്ലാത്തതാണ്. ക്രൈസ്തവർ ഏറ്റവും സുന്ദരമായി ആഘോഷിക്കുന്നത് സ്വന്തം വിശ്വാസത്തിന്റെ ആഘോഷങ്ങൾ തന്നെയാണ്. ലിറ്റർജിയിലൂടെ, ദേവാലയത്തിലും ചെറിയ പങ്കുവയ്ക്കലുകളിലൂടെ, പള്ളി കോമ്പൗണ്ടുകളിലും വിപുലമായ സദ്യയോടെ, ഒന്നുചേർന്നുള്ള ആഘോഷങ്ങളിലൂടെ കുടുംബങ്ങളിലും നമ്മൾ ഈസ്റ്ററും ക്രിസ്തുമസും ആചരിക്കുന്നു. അത്രയ്ക്ക് പ്രധാനമല്ലാത്തതിനാലാണ് ഓണം നമ്മൾ പൊതുവിടങ്ങളിൽ ഒതുക്കുന്നത്. പണ്ട് പുരോഹിതരിലും സമർപ്പിതരിലും സമൃദ്ധമായി കണ്ടിരുന്ന ഒന്നാണ് വിവേകം. പക്ഷേ കാലം ചെല്ലുന്തോറും വിവേകത്തോടെ വിശ്വാസ ജീവിതം നയിക്കുന്നതിലും തിരിച്ചറിവോടെ പ്രായോഗിക ബുദ്ധി പ്രയോഗിക്കുന്നതിലും വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട്. ഓണത്തെ സംബന്ധിച്ചും വലിയ വിവേകരാഹിത്യം പ്രകടമാകാറുണ്ട്. കുർബാന മധ്യേയുള്ള മിത്തോളജി വിവരണവും പള്ളിക്കകത്തുള്ള മാവേലി വേഷം കെട്ടലും ഓണസദ്യയുമെല്ലാം ഇത്തരം വിവേകക്കുറവിന്റെ ലക്ഷണങ്ങളാണ്. ബലിയർപ്പണത്തിനായി കൂദാശ ചെയ്യപ്പെട്ട ഒരു ദേവാലയത്തിൽ എന്ത് ആകാം, എന്ത് പാടില്ല എന്ന വ്യക്തമായ ധാരണ പുരോഹിതനും പള്ളിക്കമ്മിറ്റിക്കാർക്കും ഉണ്ടായിരിക്കണം. വേണ്ടത്ര സൗകര്യമില്ലാത്തടത്ത് ഓണസദ്യയോ ക്രിസ്മസ് കലാപരിപാടികളോ ജന്മദിനാഘോഷമോ ദേവാലയത്തിൽ വെച്ച് നടത്താം എന്ന കാഴ്ചപ്പാട് തിരുത്തപ്പെടേണ്ടതാണ്. ദുരന്തങ്ങളുടെ നേരത്ത് പള്ളി ഏവർക്കുമായി തുറന്നിട്ടതിനെ ഏവരും പ്രശംസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഹൃദയത്തുറവുള്ള അത്തരം നീക്കങ്ങൾ എമർജൻസി കാലത്ത് ഇനിയും സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. എന്നാൽ അതിന്റെ പേരിൽ ഓണസദ്യയും ക്രിസ്മസ് കലാപരിപാടിയും പന്തുകളി ആസ്വാദനവും പള്ളിക്കകത്തേക്ക് കയറ്റുന്നതിനോട് പൂർണ്ണമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. മേൽപ്പറഞ്ഞതിലൂടെ ഓണം വേണ്ട എന്നോ ക്രൈസ്തവർക്ക് ഓണാഘോഷം നിഷിദ്ധമാണ് എന്നോ ഒട്ടും വിവക്ഷിക്കുന്നില്ല. മറിച്ച് ആരാധനക്രമവും പള്ളിക്കകവും വിവേകത്തോടെ കാത്തുസൂക്ഷിക്കാനാകണം എന്ന് വ്യക്തമാക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രായോഗികതാവാദം ഒരു ട്രോജൻ കുതിരയാണ്. അതിനിടം കൊടുത്താൽ പിന്നെ സെൻസ് ഓഫ് ദി സീക്രട്ടിന് ഇടം കൊടുത്താൽ ഭാവിയിൽ നമ്മൾ ഏറെ ക്ലേശിക്കേണ്ടി വരും. അടുത്ത ഞായറാഴ്ചയും പള്ളിയിലെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് പള്ളിയായി തോന്നണമല്ലോ എന്ന കുറിപ്പോടു കൂടിയാണ് പോസ്റ്റ് അവസാനിപ്പിച്ചത്.